സൂര്യപ്രകാശം മഴവില്ലാകുന്നു. ഒരേ പ്രകാശം പല വർണ്ണങ്ങളാകുന്നു. നമ്മുടെ കുട്ടികളും ഇങ്ങനെ തന്നെയാണ്. കുട്ടികളിലെ പ്രകാശത്തെയും വർണ്ണങ്ങളെയും തിരിച്ചറിയണം. ഇത് മാതാപിതാക്കളുടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. വർണ്ണങ്ങൾ കൂടിച്ചേർന്ന് നിറങ്ങൾ രൂപപ്പെടുന്നു. ഇഴചേർന്ന ബന്ധമുണ്ട് നിറങ്ങളിൽ. പല നിറങ്ങൾ ചേർന്നതാണ് തെളിഞ്ഞ പ്രകാശം. ഒരു നിറം പല നിറമാകുന്നു മഴവില്ലിൽ. കുട്ടികളെ മനസ്സിലാക്കേണ്ടതും വളർത്തേണ്ടതും ഈ നിറങ്ങളുടെ ശോഭയിലാണ്. കുട്ടികളെ അവരുടെ ബുദ്ധിയുടെ വളർച്ച, ക്രിയാത്മകത, മാനസിക നില എന്നിവയെ ഏറെ സ്വാധീനിക്കുന്നവയാണ് നിറങ്ങൾ. നിറങ്ങൾ ഉപയോഗിച്ച് ഏറെ കാര്യങ്ങൾ പഠിപ്പിക്കാനും കഴിവുകൾ വളർത്താനും കുട്ടികളെ ആക്റ്റീവായി നിർത്താനും സാധിക്കും. നിറങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പ്രകൃതിയെ മനസ്സിലാക്കാനും ശ്രദ്ധയും ഓർമ്മയും വിലയിരുത്തലും പോലുള്ള കുട്ടികളുടെ ചിന്തയുടെ കഴിവുകളെ വളർത്താനും സാധിക്കും. കുട്ടികളുടെ പഠനം, കളി എന്നിവയുടെ ഭാഗമായി നിറങ്ങൾ പഠനവേദിയാകണം. നിറങ്ങളിലൂടെ പഠനത്തിൻ്റെ സിലബസ് ഒരുക്കണം. കുഞ്ഞുങ്ങൾ നിറങ്ങളുമായി കളിക്കും. കുഞ്ഞുങ്ങൾക്ക് നിറങ്ങളേറെ ഇഷ്ടമാണ്. നിറങ്ങളുടെ ഉത്സവമായ ഹോളിയുടെ കാലം. തണുപ്പത്ത് അടഞ്ഞുകിടന്ന വീടുകളിലും മൂടിപ്പുതച്ചിരുന്ന ശരീരത്തിലും മരുന്നുകളുടെ പൊടി വിതറുക. മരുന്നുപൊടിയുടെ നിറങ്ങൾ ആകർഷണീയമായി. തണുപ്പുകാലത്തിൻ്റെ അവസാനം അറിയിക്കുന്ന ആഘോഷവും ഉത്സവവുമായി ശരീരത്തിൽ നിറച്ചാർത്തുകൾ വാരി വിതറുന്ന അവസരമായി ഹോളി വളർന്നു. നിറങ്ങൾ സ്നേഹത്തിൻ്റെ ആകർഷണമാണ്. വീട്ടിലും നാട്ടിലും നിറത്തിൻ്റെ ശോഭ നൽകാൻ കുട്ടികൾക്കാകും. കുട്ടികളിലെ ശോഭ നിറങ്ങൾ നമുക്ക് തിരിച്ചറിയാം, അവയെ വളർത്തിയെടുക്കാം. സൂര്യപ്രകാശം മേഘങ്ങളിലൂടെ, ജലകണികകളിലൂടെ കടന്നു വരുമ്പോൾ പ്രകാശത്തെ 7 വർണ്ണമായി വേർതിരിക്കുന്നു. ഇതിലൂടെ മഴവില്ലിൻ്റെ ശോഭ തെളിയുന്നു. കുടുംബത്തിലൂടെ കുട്ടികളിലെ പ്രകാശം വർണ്ണങ്ങളാക്കി മാറ്റാം.